തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കൊച്ചി നഗരസഭ 5ാം ഡിവിഷൻ BJP വിമത സ്ഥാനാർത്ഥിയായി ശ്യാമള പ്രഭു മത്സരരംഗത്ത്. കൊച്ചി നഗരസഭ 5ാം ഡിവിഷൻ ചെർളയിൽ BJPക്ക് തിരിച്ചടി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡിവിഷനിൽ മത്സരിക്കുമെന്ന BJP മുൻ കൗൺസിലറും മുൻ സംസ്ഥാന നേതാവ് കൂടിയായ ശ്യാമള S പ്രഭു വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന സേവനങ്ങൾ തുടരാനുള്ള പൊതുജന ആവശ്യം തന്നെയാണ് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് ശ്യാമള പ്രഭു വ്യക്തമാക്കി. കാലങ്ങളിൽ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സേവനങ്ങൾ അവർക്ക് തുടർന്നും ലഭിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കണം, ജയിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങളും അവരുടെ പരാതികളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റി കൊടുക്കണം എന്നുള്ളത് അവർ വലിയൊരു അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ മത്സരിക്കണം എന്നുള്ളതാണ് അവർ പറയണത്. അങ്ങനെ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനു വേണ്ടിയിട്ട് എന്നെ ആര് പിന്തുണച്ചാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ജനങ്ങളുടെ ആവശ്യം മാനിച്ചാണ് താൻ മത്സരിക്കുന്നതെന്നും അവർ പറഞ്ഞു. താൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലും ഒരു പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലെന്നും ശ്യാമള വ്യക്തമാക്കി. നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനകം തന്നെ തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കൺവീനർ തമ്പാനും ശ്യാമളയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ശ്യാമള ആരുടെ പിന്തുണയും സ്വീകരിക്കുവാൻ തയ്യാറാണ്, എന്നാൽ അവർ ഒരു പാർട്ടിക്കും കീഴിലുള്ള സ്ഥാനാർത്ഥിയല്ല എന്നും തമ്പാൻ വ്യക്തമാക്കി. ഞാൻ മത്സരിക്കുന്ന സമയത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് 2015 BJPക്ക് റിബലായിട്ട് മത്സര രംഗത്ത് വന്ന ആൾക്കാരാണ് ഇന്ന് സജീവമായി ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അന്ന് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ശ്യാമള ചേച്ചി മത്സര രംഗത്ത് ഉറച്ചു നിന്ന് മത്സരം വിജയിച്ചു. ആ സംഘടിത ശക്തിയെ തോൽപ്പിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ ശ്യാമള ചേച്ചിയോട് നേതൃത്വം ഇടപെട്ട് യുവത്വം വരട്ടെ, ശ്യാമള ചേച്ചി മാറി നിൽക്കണം, ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ട് ശ്യാമള ചേച്ചി ഒഴിവായി നിന്നു. ആ സമയത്ത് രംഗപ്രവേശം ചെയ്തത് അന്ന് റിബലായി നിന്ന വ്യക്തിക്ക് നേതൃത്വം കൊടുത്ത രഘുറാമാണ് മത്സര രംഗത്തേക്ക് വന്നത്. അത് തന്നെ സംഘടനാ നേതൃത്വം കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. ആ വ്യക്തിയെ മത്സരിപ്പിക്കാൻ പാടില്ല. മത്സര രംഗത്തേക്ക് വന്ന് ആ സമയത്തും ശ്യാമള ചേച്ചി പലരും പറഞ്ഞ് മത്സരിക്കണം, ഇത് അനുവദിക്കരുതെന്ന് പറഞ്ഞു. അന്ന് ശ്യാമള ചേച്ചി മത്സരിച്ചാൽ ഈ രഘുറാം ജയിക്കാൻ പോണില്ല. ആ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മത്സര രംഗത്തുനിന്ന് ഒഴിവായി നിന്ന് പോട്ടെ, രഘുറാം മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം ആ വ്യക്തി എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണമായിരുന്നു. അതിനുശേഷം വീണ്ടും പാർട്ടി പ്രസിഡൻ്റായി മത്സരിച്ചല്ല പാർട്ടി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ആ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ട് പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും തന്നെ റിബലായി പ്രവർത്തിച്ചവരും റിബലിന് നേതൃത്വം കൊടുത്തവരുമായിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റും. സംഘടനാ നേതൃത്വം ശ്രദ്ധിക്കാതെ പറ്റിയ പിഴവാണ്, ശ്രദ്ധിച്ചുകൊണ്ട് പറ്റിയ പിഴവാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ശ്യാമള ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനപ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ചാണ് താൻ മത്സരിക്കുന്നതെന്നും സംസ്ഥാന തലത്തിൽ ഉയർത്തിക്കാട്ടേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നേടുന്നതിനായി മത്സരിക്കുകയാണെന്നും ശ്യാമള വ്യക്തമാക്കി. 2015 തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ വിമതയായ മത്സരത്തിലേക്ക് എത്തിയവരാണ് ഇന്ന് മട്ടാഞ്ചേരി രാഷ്ട്രീയ രംഗത്തെ മുഖ്യ സ്ഥാനങ്ങൾ പിടിച്ചിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. അന്ന് ശ്യാമളയും മത്സരിച്ച് വിജയിച്ചിരുന്നു. 2020 യുവത്വം വരട്ടെ എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ശ്യാമള മാറിക്കൊടുത്തിരുന്നു. ഇപ്പോൾ പരസ്പരം കലയിക്കുന്ന ഗ്രൂപ്പുകളുടെ പിടിയിലായി മട്ടാഞ്ചേരി മണ്ഡലം മാറിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.